ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അംഗങ്ങളല്ലാത്ത ആളുകൾ പോലും രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ ചോദിക്കരുത്. ഞാൻ മറ്റാരും ആക്കാത്ത പോലെ വളരെ വ്യക്തമായിട്ട് എൻ്റെ സ്റ്റാൻഡ്, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തിനാ വെറുതെ ഓക്കെ. അല്ല, ഈ പ്രതിഷേധങ്ങൾ വരുന്നതുകൊണ്ട് പലയിടത്ത് ഫ്ലക്സ് ഏത് പ്രതിഷേധം ഞങ്ങൾ നേരിട്ടോളാം. ഓക്കെ. ഈ അംഗങ്ങളല്ലാത്തവർ പോലും രാജിവെച്ചു തരത്തിലേ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്ത് പ്രതിഷേധം വന്നാലും ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത്. രാഷ്ട്രീയ നിലപാട് വഴി കൊടുക്കുക പ്ലീസ്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരും. പ്രതിഷേധങ്ങൾ ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. ഷിനോജ് സാധാരണ നിലയിൽ മാധ്യമങ്ങളുടെ മൈക്കിൽ തീരെ സംസാരിക്കാത്ത ആളാണ് NSS ജനറൽ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഇത്രയെങ്കിലും സംസാരിക്കുന്നുണ്ട്. എന്താണ് NSSൽ ഇനി നടക്കാൻ പോകുന്നത്? ഈ യോഗത്തിൽ വിമർശനം ഉണ്ടാകുമോ? അഭിലാഷ, യോഗത്തിൽ വിമർശനം ഉണ്ടാകുമോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഇത്തരത്തിൽ NSSന്റെ പൊതുയോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നു, അതുമായി അംഗീകാരം മാത്രമാകും സാധാരണഗതിയിൽ നടക്കുക. പക്ഷേ ഈ യോഗത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു. അതിനുശേഷം സർക്കാർ NSSന് അനുകൂലമായ രീതിയിലുള്ള സർക്കാർ അനുകൂലമായ നിലപാട് NSS സ്വീകരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇരട്ടപ്പെട്ടയ്ക്കടുത്ത പൂഞ്ഞാറിൽ ഇത്തരത്തിലൊരു NSSനെതിരെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഫ്ലക്സ് വരുന്നു. ഇന്നലെയും പലയിടങ്ങളിലും, പത്തനംതിട്ടയിലെ പലയിടങ്ങളിലും ഒക്കെ തന്നെ, സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും എതിർപ്പുകളൊക്കെ തന്നെ ഉയരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു പൊതുയോഗം എന്ന നിലയിൽ കൂടി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. അതിനാൽ തന്നെ എന്തായാലും 11:30 ഇത്തരത്തിൽ ഈ പൊതുയോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുവേണ്ടി അദ്ദേഹം NSS ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് നമ്മൾ മാധ്യമങ്ങൾ പ്രതികരണം തേടിയത്. പറഞ്ഞത് പ്രതികരണങ്ങൾ വിഷയങ്ങളൊക്കെ തന്നെ, അതിൻ്റെതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്നൊരു തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കോ പ്രതികരണങ്ങൾക്കോ ഒന്നും നിന്ന് തരാത്ത ആളാണ് NSS ജനറൽ സെക്രട്ടറി. സാധാരണ വാർത്താക്കുറിപ്പ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ടെലിഫോൺ സംഭാഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം സമയം നൽകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എന്തായാലും ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളോ അതുപോലെ പ്രതിഷേധങ്ങളോ ഇന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 297 അംഗങ്ങളാണ് ഇന്നത്തെ ഈ പ്രതിനിധി പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു അംഗം ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ NSSൻ്റെ നിലപാട് അത് ശരിയല്ല എന്ന തരത്തിലൊരു പ്രതിഷേധം അവിടെ അറിയിക്കുമോ എന്നുള്ളതാണ് നമ്മളെ ഒരു നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രസംഗം ഇന്ന് ഈ യോഗത്തിൽ NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടാകും. ആ പ്രസംഗത്തിൽ നിലവിൽ ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് ഇന്ന സാഹചര്യത്തിലാണ് എടുത്തിരിക്കുന്നത്, അത് ഒരു സർക്കാരിൻ്റെ പൊതുവായ നിലയിലുള്ള അംഗീകാരമല്ല, മറിച്ച് ഈ വിഷയത്തിൽ സർക്കാർ നിലവിൽ സ്വീകരിച്ച, പ്രത്യേകിച്ച് ഈ ശബരിമല വിഷയത്തിൽ അതിനുശേഷം സർക്കാർ കൈക്കൊണ്ട നിലപാടുകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ മാത്രമാണ് നിലവിലെ നിലപാട് എന്ന തരത്തിൽ വിശദീകരണം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. അതിനുശേഷം അതിന് തന്നെ പുറകിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിലാണ് ഈ യോഗം നടക്കുന്നത്. അവിടേക്ക് മാധ്യമങ്ങൾക്കൊന്നും തന്നെ ക്ഷണമില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ യോഗം ആരംഭിക്കും. 297 പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി NSSൻ്റെ പെരുന്നേൽ ആസ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 297 പ്രതിനിധികളും എത്തി. NSS പൊതുയോഗം 11:30 ആരംഭിക്കും. ഇപ്പോൾ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. വിവാദ വിഷയങ്ങളിൽ അദ്ദേഹം എന്ത് പ്രതികരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സാധാരണ നിലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കാത്ത ജി സുകുമാരൻ നായർ പ്രതിഷേധങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം എന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം വളരെ ഉറച്ച നിലപാടിലാണ് അദ്ദേഹം എന്ന് തന്നെയാണ്. എന്തായാലും 11:30 യോഗം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കും. അദ്ദേഹം എന്ത് പ്രസംഗിച്ചു എന്ന കാര്യം പ്രസംഗത്തിന് ശേഷം പുറത്തേക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു.